ഇന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. ഒരു വാഹനപ്രേമി എന്ന നിലയിൽ എനിക്ക് ആദ്യമായിട്ട് കേരളത്തിലെ ആദ്യത്തെ ടാറ്റ സിയാറ കിട്ടി എന്നുള്ള സന്തോഷത്തിലാണ്. എല്ലാവർക്കും സന്തോഷം. ഒരുപാട് നല്ല രസമുണ്ട്. ഞാൻ ഈ വണ്ടി വന്നപ്പോൾ ആദ്യം ടാറ്റ മോട്ടോഴ്സ് എന്നതിൻ്റെ ട്രയൽ ഓടിക്കാനുള്ള ഭാഗ്യവും കേരളത്തിൽ എനിക്കാണ് കിട്ടിയത്. അത് പെട്രോൾ വണ്ടിയായിരുന്നു, ടെർബോ എഞ്ചിനുള്ള പെട്രോൾ. അത് നല്ല വണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് ഡീസൽ വണ്ടിയാണ്. ഈ വണ്ടി അത് ഓടിച്ചപ്പോൾ തന്നെ വാങ്ങണം എന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ഞാൻ ബുക്കിംഗ് കൊടുത്തു. അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് വണ്ടി തന്നതിൽ ടാറ്റയുടെ നന്ദിയുണ്ട്. വളരെ നല്ല വണ്ടിയാണ്. കാരണം ഒരുപാട് ഫീച്ചേഴ്സാണ്, 52 ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഇത് പഠിക്കാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. ഞാൻ ആ കമ്പനിയിലുള്ള ഓഫീസേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഒരു ടെക്നീഷ്യനെ വെച്ച് ഈ ഫീച്ചേഴ്സ് ഓരോന്നായിട്ടൊന്ന് മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണമെന്നാണ്. കാരണം ഇത് പഠിക്കണ്ടേ. ഇത് പഠിക്കാൻ പ്ലെയിൻ ഓടിക്കാൻ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് മാത്രമല്ല സേഫ്റ്റിയാണ്. ഈ വണ്ടിയുടെ ബോഡിയുടെ ഒരു കട്ടിയാണ്. ഇത് തട്ടിക്കഴിഞ്ഞാൽ നല്ല ഉറച്ച തട്ടാണ്. തട്ടിക്കഴിഞ്ഞാൽ നല്ല ബലമാണ് ബോഡിക്ക്. വണ്ടി ഇരിക്കുമ്പോൾ തന്നെ, വണ്ടി ഓടിക്കുമ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ഒരു ഹെവി വെഹിക്കിൾ ഓടിക്കുന്ന പോലെ ഒരു നമ്മൾ ലാൻഡ് ക്രൂസർ പോലുള്ള വണ്ടികൾ ഓടിക്കുന്ന ഒരു ബലം ഈ വണ്ടിക്ക് തോന്നി എന്നുള്ള ഒരു സന്തോഷമുള്ളവരാണ്. ഒരുപാട് ഇരിക്കാൻ നല്ല കംഫർട്ടാണ്. പിന്നെ സേഫ്റ്റി വളരെ പ്രധാനമാണ്. കാരണം ബെൽറ്റ് ഇടാതെ വണ്ടി നീങ്ങില്ല, സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി നീങ്ങില്ല, ഡോർ അടയാതെ വണ്ടി നീങ്ങില്ല. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. നമ്മളതിൻ്റെ ഒരു വീഡിയോ തന്നെ കാണുകയുണ്ടായി. സാധാരണ ഒരു വണ്ടി പോയിട്ട് ഒരു പർട്ടിക്കുലർ സ്പീഡിൽ പോയിട്ട് ഒരു സ്റ്റീൽ ബാറിൽ ഒരു ബോളിലേക്ക് ഇടിച്ച് കയറുന്നതാണ് കാണിക്കുന്നത് സേഫ്റ്റി പരിശോധിക്കാൻ. ടാറ്റ അങ്ങനെയല്ലേ ഇപ്രാവശ്യം ചെയ്ത്. ഓടി വരുന്ന രണ്ട് വണ്ടികളുടെയും ആ ഒരു മൊമെൻറ്റത്തിൽ രണ്ടുപേരും കൂട്ടിയിടിക്കുകയാണ്. അത് ഒരേ വണ്ടി 80 കിലോമീറ്റർ സ്പീഡിൽ വരുമ്പോൾ മറ്റേ വണ്ടി 80 കിലോമീറ്റർ, അപ്പോൾ 160 കിലോമീറ്റർ സ്പീഡിൽ ഇത് കൂട്ടിയിടിക്കുകയാണ്. ഇടിക്കുമ്പോഴും അതിന് ഒരു അപകടം സംഭവിച്ചാൽ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടുക എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരിട്ട് വീഡിയോയിലൊക്കെ കണ്ടതാണ്. അത് ഒരു സന്തോഷമുള്ള കാര്യം. ഇന്ത്യയിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ റോഡുകളെല്ലാം നന്നാവുകയാണ്. കാസർഗോഡ് മുതൽ പാറശാല വരെ മനോഹരമായ ഹൈവേ വരെയാണ് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാക്സിമം ഒരു 10 മാസത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ആവും. അപ്പോൾ അത്തരം റോഡുകൾ വരുമ്പോൾ ലൈൻ ട്രാഫിക് വളരെ പ്രധാനമാണ്. ലൈൻ ട്രാഫിക് പാലിക്കാനുള്ള കൺട്രോൾ ഈ വണ്ടിയാണ്. അഡാസ് 2 വന്നിട്ട് ഇത് ലൈൻ ട്രാഫിക് കൺട്രോൾ ചെയ്യാനുള്ള സംഭവം. ഞാനിത് വണ്ടി ഓടിച്ച് നോക്കി. ലൈനിന് മാറിപ്പോവുകയാണെങ്കിൽ സ്റ്റിയറിംഗ് താനേ തിരിയും. അത് വളരെ സാധാരണ വൈബ്രേഷനാണ് തരുന്നത്, വൈബ്രേഷൻ തരും സ്റ്റിയറിങ്ങിൽ. പക്ഷേ ഇത് വണ്ടി താനേ സ്റ്റിയറിംഗ് നമ്മളെ കയ്യിൽ നിന്ന് വിട്ടിട്ട് തിരിച്ച് ആ ലൈൻ കറക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ ലൈൻ ട്രാഫിക്കിന് വളരെ ഇതാണ്. രാത്രി ഉറങ്ങിപ്പോകാൻ ഇടയുള്ള സാഹചര്യങ്ങളിൽ ഇത് നമ്മളെ ഉണർത്തും. അപ്പോൾ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ അതിന് അലർട്ട് തരും. അങ്ങനെ നമ്മുടെ കണ്ണെങ്ങാനും ഒന്ന് അടഞ്ഞു പോയാൽ ഉടനെ അലർട്ട് തരും. ഇപ്പോൾ നമ്മൾ KSRTC ബസ്സിലൊക്കെ ക്യാമറ വയ്ക്കുന്നുണ്ട്, നമ്മൾ അഡീഷണലായിട്ട് വയ്ക്കുകയാണ്. പക്ഷേ ഇതിൽ അതൊന്നുമല്ല, ഇതെല്ലാം ഒരുമിച്ച് നൽകുന്ന ഒരു വണ്ടിയാണ്. മാത്രമല്ല കാണാൻ അതിമനോഹരമാണ്. വണ്ടിയുടെ ഡിസൈൻ അതിമനോഹരമാണ്. എല്ലാം നല്ല ക്യൂട്ടായിട്ട് നമ്മളിപ്പോൾ കാണുമ്പോൾ വലിയ വണ്ടിയായിട്ട് തോന്നും. പക്ഷേ ഫ്രണ്ടെല്ലാം മാക്സിമം ഒതുക്കിയിട്ട് ഏറ്റവും ചെറിയ വഴി കൂടെയും പോകത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനാണ്. അത് പറയാതെ തന്നെ അറിയാം, നിങ്ങൾ കാണുന്നതാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. സേഫ്റ്റിയാണ് വളരെ പ്രധാനം. നാഷണൽ ഹൈവേ, പുതിയ ഹൈവേ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്പീഡ് കൂടും. നമ്മുടെ സ്പീഡ് റേഞ്ച് ഗവൺമെൻറ് തന്നെ മറ്റ് നാഷണൽ ഹൈവേ പോലെ കൂട്ടി വയ്ക്കേണ്ടി വരും. ഇപ്പോൾ സാധാരണ 80 90 വെച്ചിരിക്കുന്നെങ്കിൽ അത് 100 ആക്കാൻ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ സ്പീഡും കാര്യങ്ങളൊക്കെ വർദ്ധിക്കുമ്പോൾ അതനുസരിച്ചുള്ള സേഫ്റ്റി ഇനിയുള്ള കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഓരോ വണ്ടിയിലും സേഫ്റ്റിക്കായിരിക്കണം വണ്ടി വാങ്ങുന്ന ആൾ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളെ അപകടങ്ങൾ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപകടങ്ങൾ കുറച്ച് വരണമെങ്കിൽ ആ സേഫ്റ്റിക്ക് വാണിങ്ങുകൾ, നമ്മൾ ആ വാണിങ്ങുകളെ കൃത്യമായി അനുസരിക്കൽ. വണ്ടി നൽകുന്ന ചില വാണിംഗ് ഉണ്ട്, അത് വളരെ കൃത്യതയുള്ളതാണ്. ആ വാണിംഗ് എല്ലാം നൽകുന്നൊരു വണ്ടിയാണ്. ഏതായാലും എനിക്ക് ടാറ്റയുമായി നല്ല അനുഭവമാണ്. കാരണം ടാറ്റ എസ്റ്റേറ്റ് ആദ്യം വാങ്ങിച്ചത് എൻ്റെ അച്ഛനാണ്. ചുവപ്പ് കളർ വണ്ടിയായിരുന്നു. ആദ്യത്തെ ടാറ്റ എസ്റ്റേറ്റ് കേരളത്തിൽ അച്ഛനായിരുന്നു കിട്ടിയത്. അത് ഞാൻ സിയറ വാങ്ങിച്ചു, ഒരു ഗ്രേ കളർ സിയറ ആയിരുന്നു. അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടായിരുന്നൊരു വണ്ടിയാണ്. ആ വണ്ടി ഞാൻ ഓൾട്ടർ ചെയ്ത് അതിനെ സ്റ്റീൽ, ഈ ബമ്പറൊക്കെ അന്ന് ബ്ലാക്ക് കളറാണ്. ആ മെറ്റലിനെ ഇളക്കി സ്റ്റീൽ ക്രോമിയം പ്ലേറ്റ് ചെയ്ത് വണ്ടിയിൽ സൈഡിലേക്ക് ഗ്ലാസ്സൊക്കെ വെച്ച്, സൈഡ് വ്യൂ മിററൊക്കെ വെച്ച് അന്ന് ഓൾട്ടർ ചെയ്ത് കൊണ്ടുവന്നതാണ്. അതെല്ലാവർക്കും ഇപ്പോഴും ഓർമ്മയുണ്ട്. KL1D1 എന്നായിരുന്നു ആ വണ്ടിയുടെ നമ്പർ. അപ്പോൾ 1D1 വണ്ടി 1 ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു വണ്ടിയായിരുന്നു. അന്നത്തെ കാലത്ത് എൻ്റെ ആ സമയത്തൊക്കെ കോളേജിൽ പഠിച്ചവരൊക്കെ ചെറുപ്പക്കാരായ ആൾക്കാർ ഇപ്പോഴും പറയാനുണ്ട്, സാറിൻ്റെ ആ പഴയ വണ്ടി ഞങ്ങളെപ്പോഴും ഓർക്കുക, ഞങ്ങൾ ആ വണ്ടി വരുന്ന കാണാൻ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു പറയും. അത്രത്തോളം ഒരു അട്രാക്ഷൻ അന്നത്തെ സിയാറയ്ക്ക് തന്നെ രൂപത്തിലുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് നോക്കി, എൻ്റെ ഫോട്ടോ ഒക്കെ ആൽബമൊക്കെ തപ്പി നോക്കി, എൻ്റെ ഒരു ഫോട്ടോ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ കൂടെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ കിട്ടുമെന്ന് നോക്കിയതാണ്. പക്ഷേ വളരെ നല്ല ഇതാണ്. അതുപോലെ തന്നെ ഈ വണ്ടി എനിക്ക് തന്നതിലേക്ക് ടാറ്റയുടെ നന്ദിയുണ്ട്. ടാറ്റ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ എന്നോട് കാണിച്ചിട്ടുള്ള ഒരു സ്നേഹം, അതുപോലെ ഗോകുലം മോട്ടോഴ്സും അവരും അത് വളരെ വേഗത്തിൽ കിട്ടുന്നതിന് വേണ്ടി സഹായിച്ചു. എനിക്ക് വളരെ വണ്ടി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഞാനങ്ങനെ ഒരു വണ്ടിയുടെ ക്രൈസുള്ള ആളാണെങ്കിൽ ഈയിടെ ഒരു വണ്ടി വാങ്ങിപ്പ് കുറവാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് വണ്ടി ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വാങ്ങിക്കുള്ളൂ. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള വണ്ടികൾ നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യൻ ടെക്നോളജി, ടോട്ടലി ഇന്ത്യൻ ടെക്നോളജി എന്ന് പറയുന്നത് ഇന്ത്യക്കാരൻ്റെ അഭിമാനമാണ്. കാരണം അത് ഇന്ത്യൻ കമ്പനികൾ നിർമ്മിക്കുന്ന വണ്ടികൾ മികച്ചതാകുമ്പോൾ ഇന്ത്യക്കാരൻ്റെ അഭിമാനമാണ്.
അതിൽ നമുക്ക് അഭിമാനിക്കുക. ഇത്രയും ടെക്നോളജി ടാറ്റ ഇന്ത്യയിലേക്ക് നമുക്ക് തരുന്നു, അതും ഒരു കുറഞ്ഞ വിലയ്ക്കാണ്. വില വളരെ കുറവാണെന്ന് ആലോചിക്കണം, വലിയ വിലയില്ല. ഈ വണ്ടി ഇത്തരത്തിലൊരു വണ്ടി വാങ്ങണമെങ്കിൽ സാധാരണ വലിയ വില കൊടുക്കണം. പക്ഷേ ഇത്രയും സൗകര്യങ്ങളൊരു വണ്ടി ന്യായമായ വിലയ്ക്ക് സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടൊരു പ്രൈസിൽ നൽകുന്നത് വളരെ നല്ല കാര്യമാണ്. അത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതിലാണ് നമ്മൾ അഭിമാനം കൊള്ളുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ഇത്രയും ടെക്നോളജി നൽകുന്നു, ഇത്രയും സേഫ്റ്റി നൽകുന്നു, കംഫർട്ട്, അകത്ത് നല്ല കംഫർട്ടാണ് ഇരിക്കാനായിട്ട്, നല്ല കംഫർട്ടാണ്, ഓടിക്കാനും നല്ല സുഖമാണ്. ഒരു ലൈറ്റായിട്ടുള്ളൊരു ഈ ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ഒക്കെ ആണ്. നല്ലൊരു ഒരു ചെറിയ ഒരു കൊച്ചു കാറ് ബഗ്ഗി ഓടിച്ചു പോകുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. ഒരു ഹെവിനെസ് ഉണ്ട് വണ്ടിക്ക്, ബലമുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ നല്ല റോഡ് ഗ്രിപ്പുണ്ട്. അപ്പോൾ മഴയത്തൊക്കെ ഓടിക്കാൻ നല്ല സേഫായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും ഒരു റോഡ് ഗ്രിപ്പൊക്കെ കിട്ടുമ്പോൾ വളരെ നല്ല വണ്ടിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒത്തിരി സന്തോഷം. എൻ്റെ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരണം. നമ്മൾ ഒരു നല്ലൊരു സാധനം ഇന്ത്യയിലുണ്ടാകുമ്പോൾ അതിനെപ്പറ്റി നല്ലത് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ഇന്ത്യൻ കാർ, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താ സാറിന് ഫോറിൻ നിർമ്മിത കാറുകൾ വാങ്ങിച്ചുകൂടെയെന്ന്. ഞാൻ പക്ഷേ ഉപയോഗിക്കുന്നതെല്ലാം ഇപ്പോൾ ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങളാണ്. മാരുതി പോലുള്ള വണ്ടികളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്കത് ഇന്ത്യൻ നിർമ്മിത വണ്ടിയോടൊരു സ്നേഹമുണ്ട്. അതിൽ വന്ന ഈ മാറ്റത്തിന് സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി ടാറ്റയുടെ എല്ലാ ഒഫീഷ്യൽസിനോടും നന്ദി പറയുകയാണ്. ഗോകുലം മോട്ടോഴ്സ് എനിക്ക് വേണ്ടി ഇത് ആദ്യം തന്നെ എത്തിച്ചു തന്നു, കേരളത്തിൽ ആദ്യമായിട്ട്. ഇനിയുള്ള ദിവസങ്ങളിലാണ് എൻ്റെ ഡെലിവറി തുടങ്ങുന്നത്. എല്ലാത്തിനും നന്ദി പറയുന്നു, ഒരുപാട് ആശംസകൾ നേരെയാണ്. നല്ലൊരു വണ്ടിയായി. ഞാൻ എല്ലാ കാലത്തും ഒരു ഭാഗ്യമുണ്ട്, ഞാൻ എടുത്ത വണ്ടികളെല്ലാം ഹിറ്റായിട്ടുണ്ട്. കാരണം ഞാൻ വണ്ടിയെക്കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷമേ വണ്ടി വാങ്ങുള്ളൂ. എനിക്ക് അനുഭവപ്പെടണം. അല്ലെങ്കിൽ ഞാൻ എത്ര വില കൂടിയ വണ്ടിയാണെന്ന് പറഞ്ഞാൽ, എത്ര നല്ല വണ്ടിയാണെന്ന് ആര് പറഞ്ഞാലും ഞാൻ വളരെ ഉഴപ്പിപ്പോകും. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു ഹയർ ലെവലിലുള്ളൊരു എക്സ്പെൻസീവ് വണ്ടിയിൽ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റിയോട് കൂടി ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിൽ വണ്ടി നൽകുന്നു എന്നുള്ളതാണ് ഈ വണ്ടിയുടെ ഒരു സന്തോഷം. എല്ലാവർക്കും ഈ വണ്ടി വാങ്ങാൻ കഴിയട്ടെ. എല്ലാവരും ഇപ്പം എനിക്ക് മാത്രം കിട്ടിയെന്ന് ആരും അസൂയപ്പെടേണ്ട. ആരും ഒക്കെ ഇതെല്ലാം കിട്ടും, അതിന് പിണങ്ങണ്ട, ആർക്കും കിട്ടും. എല്ലാവരും വണ്ടി എടുക്കട്ടെ എന്നാണ് എൻ്റെ അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്. അച്ഛൻ അപ്പുറത്ത് വീട്ടിലെ ആൾ ബെൻസ് കാർ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുമ്പോൾ എല്ലാവരും വണ്ടി വാങ്ങിക്കട്ടടാ എന്ന് പറയും. എന്താണെന്നറിയാം, എല്ലാവർക്കും വണ്ടി ഉണ്ടെങ്കിൽ ആർക്കും നമ്മളോട് അസൂയ തോന്നത്തില്ല, ദേഷ്യം വരത്തില്ലല്ലോ എന്നൊരു സൈക്കോളജി ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ വണ്ടി വാങ്ങിയെടുക്കണം കേട്ടോ. എനിക്ക് മാത്രമല്ല, എനിക്ക് ആദ്യം തന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാനൊരു സിനിമാ നടനുമൊക്കെ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ആദ്യം തന്നു. ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ നിങ്ങളെല്ലാവരും വണ്ടി എടുക്കണം. അപ്പോൾ എല്ലാവരും വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആർക്കും ആരുടെ ദേഷ്യമില്ല. അല്ല അവന് മാത്രം കിട്ടി എനിക്ക് കിട്ടിയില്ല എന്ന് പറയില്ലല്ലോ. അപ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞടാ, എല്ലാവരും വണ്ടി വാങ്ങിക്കണം, എല്ലാവരും നല്ല വണ്ടികൾ വാങ്ങണം. അപ്പം നമ്മളെ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു അസൂയയും ദേഷ്യവും തോന്നില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വണ്ടി വാങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുക.